ഇപ്പൊ ഈ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇപ്പൊ ഒരു കുട്ടി പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡില് മിക്ക കുട്ടികൾക്കും തുറന്നു പറയാൻ പേടിയാണ് അവർക്ക് അനുഭവിച്ച കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോ തുറന്നു പറഞ്ഞ ആൾക്കാരാണെങ്കിലും ഇതിന് തെളിവ് എവിടെ, അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന സത്യമാണോ അങ്ങനെ പറഞ്ഞിട്ട് കുറെ ക്രിറ്റിസൈസ് കേൾക്കാം. അപ്പൊ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ എന്ത് തോന്നുന്നു ഈ ഒരു കാര്യത്തില്? ഞാൻ എന്താ പറയാ, ഇത്രയും പേര് എന്നെ യൂസ് ചെയ്തു പറഞ്ഞാണ് എനിക്ക് എൻ്റെ 15ാമത്തെ വയസ്സിൽ സ്പ്രെഡ് ആവണേ. അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് ശിക്ഷിച്ചിട്ട് അത് വലിയൊരു ട്രോമയായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ട്രോമയും കൂടി തന്നെ. പിന്നെ ഈ ബാല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭയപ്പെടുത്തുന്ന സാധനം. ആ സമയത്ത് കിട്ടുന്ന ഭയം മരിക്കുന്നവരും പോവില്ല. നമ്മളെ അത് പറയാൻ മടി എന്താണെന്നറിയോ, എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു ചോദ്യം ചെയ്യലുണ്ട്. അത് പിന്നെ അങ്ങോട്ട് മാലമാലയായിട്ട് പല സ്ഥലത്തെത്തിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ എന്തൊക്കെ ചേട്ടാ എനിക്ക് വീട്ടിലെ ബാധിക്കൊണ്ടിരിക്കണമെന്ന് അറിയോ? ഈ കൂട്ടം പട്ടിക്കൂട്ടങ്ങളാ, മനസ്സിലായില്ലേ? ഒരു പെണ്ണായനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ചിന്തകളെ പട്ടിക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത്. അമ്മാതിരി പട്ടിക്കൂട്ടങ്ങളുടെ ഇടയിലാണ് ഞാൻ പെട്ടത്. എൻ്റെ ബാല്യമോ പ്രായമൊന്നും അല്ല. പിന്നെ ഞാൻ കുഴിമാടത്തിൽ പോയി തുടങ്ങി. എനിക്ക് വട്ടം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഈ കുഴിമാടത്തിൽ ശ്മശാനം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത്. കാരണം ഞാൻ രക്ഷപ്പെട്ടത് അവിടെയാ. എന്നെ അവരുടെ കയ്യിൽ പെടുത്താണ്ട് പോയത് കുഴിമാടത്തിൽ. ഞാൻ ശ്മശാനത്തിൽ ചാടിയേണ്ടി വരില്ല. ഞാൻ 2 മണിക്കൂർ അവിടെ ആയിരുന്നു. അത് കണ്ടാണ് എന്നെ പിടിച്ചിട്ട് ഇവർ പോണേ. അവര് അതിനെ ബാധിക്കുമ്പോ പക്ഷെ ഞാൻ ശ്മശാനത്തിൽ കിടന്നെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ജിമ്മിലായിരുന്നു. 15 പേരെ എന്നെ യൂസ് ചെയ്തു എന്ന് പറയാൻ മാത്രമേ ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട്, ഇവരൊക്കെ ഒരവസ്ഥയും വേദനയും വെച്ചിട്ട് നിൽക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, ഒരു റിവഞ്ച്. അതായത് വീൽ ചെയറിൽ നിൽക്കുന്നവൻ്റെ വീട്ടിലെ വാതിക്കൽ പോയിട്ട് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞാൽ കുറേ നേരം നിന്ന് ആൾക്കാരെ വന്ന് ചോദിക്കും എന്താ എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അവൻ ചെറുതിലൊരു പെണ്ണ് ബ്ലേഡ് കൊണ്ട് വെട്ടിയില്ലേ, ആ സമയത്ത് എന്നെ കൈകാലം കെട്ടിട്ട് എന്നെ ചവിട്ടിയവൻ അവനാണെന്നും പറഞ്ഞിട്ട് അവനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൻ്റെ ഒരു ഇതും ഈ നാട്ടുകാരുടെ ഇതും കാണുമ്പോഴേക്കില്ലേ ഒരു കുളിർമ വരും. പിന്നെ ബൈക്കൊക്കെ ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഇവരൊക്കെ വാച്ച് ചെയ്ത് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു സൈക്കനെ പോലെ റിവഞ്ച് എന്ന് പറഞ്ഞത്. ഇവരൊക്കെ എനിക്ക് വിടാൻ പറ്റില്ല. ഇവരുടെ മുമ്പിൽ പിന്നെയും ഞാൻ ചിരിച്ചു ചെന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ വേദനയും അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ചിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ റിവഞ്ച്. ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലേഡ് വിൻഡ് വിട്ടിട്ട് കട്ടിനടിയിൽ ഒളിച്ചിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ വാതിക്കൊന്നിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കത്തിയായിട്ട് വന്നെന്ന് വെച്ചാൽ വാക്കത്തിയായിട്ടൊക്കെ വന്നെന്ന് വെച്ചാൽ ടീമിലൊരുത്തനെ ഫ്രണ്ടിൽ കാണുന്ന ഒരു താടി മാത്രം എനിക്കറിയാമോ, വൈറ്റ് കളറിലെ ഷർട്ട്, വൈറ്റ് കളർ. നീ എൻ്റെ അനിയനെ അല്ലടി പറ്റിയേ, നിന്നെ ഞാൻ ജീവനോട് വെക്കില്ല, നീ ഇത്രയും പേരെ കൂടെ കിടന്നിട്ട് എത്താമെന്നും പറഞ്ഞിട്ട് എന്നെ പിടിക്കാൻ വേണ്ടി വന്നവൻ്റെ ഫേസ് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവനെ എപ്പോഴും ചോദിക്കും ആ ഫ്രണ്ടിന്ന് വെച്ചാൽ ആരായിരുന്നു. ആ കൂട്ടത്തിലുള്ള ഒരാളെ എനിക്കറിയില്ല. ഞാൻ വാതിലടിച്ചിട്ട് മരത്തിൻ്റെ ഇടയിൽ കൂടെ നോക്കണേ, ഭിത്തിമായ മരത്തിൻ്റെ ഭിത്തിയാണ്. അവിടെ നിന്ന് ഞാൻ കാട്ടിലേക്ക് ഓടണേ. അത് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഞാൻ അയാളുടെ മുഖം കണ്ടിട്ടില്ല. പക്ഷെ അത് പറയണത് തൂച്ചത്തു. ഞാൻ പറഞ്ഞു ഞാൻ കാണാണ്ട് എങ്ങനെ അയാൾ തൂച്ചാവും. അതൊരു വൈരാഗ്യ ബുദ്ധിയാണ്. അതെങ്ങനെ അയാളുടെ ഫേസ് ഞാൻ കണ്ടില്ലല്ലോ. എന്നെ കൊല്ലാന്ന് പറഞ്ഞ വെച്ചാൽ ഞാൻ ചത്തോ, നേരത്തെ ചത്തോ എന്നൊക്കെയുള്ളൊരു മൈൻഡാണ്. പിന്നെ ഒരാളെ നോക്കിയപ്പോൾ ജയിലിലാണ് മനുഷ്യകടത്തിന്. നേരത്തെ അവനും ഞാൻ കാണാനുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഒരുത്തര ഇതിട്ടു. അവൻ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ കൊല്ലുന്നു. ഞാൻ പറഞ്ഞു ഈ ഒരു പ്രാവശ്യം കൊന്നതിന് എനിക്ക് മറന്നപ്പെടുന്ന കൊല്ലുക വാറാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ ഖത്തറിലും അടുത്ത് പറഞ്ഞു. അയാൾ ചെറു പൊന്നു കാലിൽ അന്ന് എന്നെ തന്നെയാ പൊന്നു തന്നെയാ ക്ഷമിക്കുക, എൻ്റെ അന്നത്തെ പ്രാക്ടീസ് ചെയ്തു പോയതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അന്നത്തെ പ്രാക്ടീസ് ചെയ്തു, പക്ഷെ എൻ്റെ പ്രായം പോയില്ലേ, എനിക്കത് റിട്ടേൺ തരാൻ പറ്റില്ല അല്ലേ? ഞാൻ അതാ ചോദിക്കണേ. എനിക്ക് റിട്ടേൺ 10 വയസ്സ് വേണം. ഇല്ലെങ്കിൽ നീയൊക്കെ ചാവാൻ പാടില്ല. കാരണം എനിക്ക് നിങ്ങളൊന്നും മരിക്കണം ഇഷ്ടമല്ല. പച്ചക്ക് പറയാ, എനിക്ക് എൻ്റെ ജീവൻ നശിപ്പിച്ച വൈറ്റിങ്ങരല്ല നാട്ടുകാരുടെ മരണം ഈസിയായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല. അവർ കിടന്ന് പുഴുത്ത് നശിച്ച് വെള്ളം ഇറങ്ങാണ്ട് തൊണ്ട വറ്റി എന്തൊക്കെ അനാവശ്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, തൊണ്ടയിൽ കൂടി പുഴുവരിച്ച് വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ട് ട്യൂബിൻ്റെ അകത്തൊരു പുഴു വന്ന് എന്താ പറയുക നരങ്ങിച്ച് ചാവാം. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയുള്ള പെൺകുട്ടികളും എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരെ മിസ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ നശിച്ച പെൺകുട്ടികളും ഒരിറക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് വിരലുകൾ പോലും അനക്കാൻ പറ്റാണ്ട് നട്ടൽ പോലും നിവർത്താൻ പറ്റാണ്ട് നിവർന്നിരിക്കാൻ പറ്റാണ്ട് ഓരോ ഞരമ്പും ചതഞ്ഞ് അതിൻ്റെ അകത്തൊരു പുഴു അരിച്ച് സാപരിക്കണേ നാളും കുഴപ്പമില്ല.
എനിക്കത് കാണണം. ഒരുത്തൻ വീൽ ചെയറിലേക്കുണ്ട് വയ്യാന്നും പറഞ്ഞു, കിഡ്നി കരളൊക്കെ അടിച്ചു. അവൻ ചവിട്ട് അവന്റെ ഭാരം കൊണ്ടുള്ള ടേക്കർ എനിക്കാം. അന്ന് അവിടെ നിന്ന് ബ്ലഡ് വന്നിട്ട് ആ ബ്ലഡ് കണ്ടിട്ട് നാട്ടുകാർ മൂത്തവനെ എന്നെ പീഡിപ്പിച്ചു. ഞാൻ നശിച്ചു. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കിട്ടൊരു പേരുണ്ട്, 10 പേര് 15 പേര് യൂസ് ചെയ്ത പെണ്ണ്. ഒന്ന് ആലോചിച്ചു. ആ ഒരു വയസ്സില് അന്ന് ഇത്രയും നടന്നിട്ട് എന്തുകൊണ്ടും നിയമ നടപടി ഉണ്ടായില്ല. ഇത്രയും നാട്ടുകാർ അറിഞ്ഞു, എൻ്റെ മാരേജ് ലൈഫിൽ വരെ വന്നു. എന്തുകൊണ്ട് ഒരു 15 വയസ്സ് ഉള്ള പെൺകുട്ടിയെ ഇത്രയും പേരോട് നാട് മൊത്തം ഓടിച്ചിട്ട് രാത്രി മുഴുവൻ കാണാണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു പോലീസ് ചെന്നിട്ടില്ല? ഞാൻ പുറത്തിറങ്ങിയതാണോ, ഈ വഴി കൂടെ പോകാൻ പാടില്ല, ഈ വഴി കൂടെ പോകാൻ പാടില്ല, പിന്നെ ഞാൻ ഏത് വഴി കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവാ? അതാണ് ഞാൻ ചെയ്തിട്ട്. വലിയ ഫാമിലി, അവിടെ പിടിപാടുള്ള ഫാമിലി, അവരുടെ പേര് പോലും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്കെതിരെ കേസ് വന്നിട്ടുണ്ട്, ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഡിഫമേഷൻ ആന്ന് പറഞ്ഞിട്ട്. അയ്യോ, അവർക്ക് ആ പയ്യൻ, ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ, ബാങ്കിലെ പ്യൂ, സഹകരണ ബാങ്കിലെ, അവനിപ്പോ എന്താണെന്നറിയോ, പോലീസാ. അവൻ കല്ലു സ്റ്റേറ്റ് വന്നപ്പോ ഞാൻ നേർക്ക് നേരെ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നിന്നെ ഞാൻ തല്ലിയ ഈ സ്റ്റേറ്റത്തിൽ ഒറ്റടുത്തും ചോദിക്കില്ല, കൂടെ തല്ലാൻ ആൾക്കാർ വരുള്ളൂ, ലാസ്റ്റേ ചോദിക്കുള്ളൂ. പിന്നെ ഇതാണ് ആളെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി തല്ലു വീഴും, ഞാൻ തല്ലുകയും ചെയ്യും. ഞാനൊക്കെ പോലീസ് നല്ല ഒരു നിയമവും നിനക്കൊപ്പം നിൽക്കില്ല. കാരണം മീഡിയക്കകത്ത് ഞാൻ മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടി നോക്കിയതാണ്. കാരണം എനിക്ക് എത്തിക്കേണ്ടത് സ്ഥലത്ത് എത്തിക്കണം. എനിക്കൊരു നിയമം വേണം. ഇങ്ങനെയുള്ള കുട്ടികളെ ആർമി ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ആയോധനകലയും, കാരണം ഒന്നും പഠിക്കാത്ത ഞാൻ ഇത്രയും ധൈര്യത്തിൽ ഇവിടം വരെ എത്താൻ. ആ കുഞ്ഞുങ്ങൾക്ക് ഇനി വേദന എന്ന് പറഞ്ഞൊന്നുമില്ല, ഉറക്കില്ല. ഈ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് വെച്ചാൽ അത്രയും കണ്ടമായിട്ടുള്ള ട്രെയിനിങ് അതൊക്കെ അവർ കൊടുക്കും. അങ്ങനെയുള്ള പെൺകുട്ടികൾ എന്നെപ്പോലെ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണം, അറിവ് വേണം, ആയോധനകല പഠിപ്പിക്കണം, ഡാൻസ്, അവർക്ക് എന്താഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾ എത്തിച്ചേ പറ്റുള്ളൂ. കാരണം ഈ സമൂഹം അവർക്ക് വേറൊരു പേര് കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചേ പറ്റുള്ളൂ. ധൈര്യം വേണമെന്നുള്ള ഈ പെൺകുട്ടികൾ തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവരെ ഇന്ന ടീമൊന്ന് എടുത്ത് ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ പെൺകുട്ടികൾ. അതേസമയം ആ പെൺകുട്ടികൾ വീണ്ടും അതിലേക്ക് തന്നെ ഇടുന്ന പറഞ്ഞാൽ പെൺകുട്ടികൾ എങ്ങനെ പറയും? മെന്റൽ ട്രോമയാണ് വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ പറയോ? താൻ പറയോ? ഇല്ല, പേടിയായിരിക്കും, പറഞ്ഞ് ഇതല്ലേ സംഭവിക്കാന്നുള്ളത്. അതേസമയം ഒരു പെൺകുട്ടി പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി മാറ്റി, പേരും അഡ്രസ്സും എല്ലാം പാരന്റ്സിനെ പോലും വേണ്ട മാറ്റിയിട്ട് ഇതേപോലെ ഒരു ഇത് റെഡിയാക്കി ഒരു അക്കാദമി തുടങ്ങി ആ പെൺകുട്ടികൾക്ക് അവിടെ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സോൾജർ ഉണ്ടാവും, ഏറ്റവും നല്ല ഡോക്ടർ ഉണ്ടാവും, ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടാവും, ഏറ്റവും നല്ല വക്കീലുണ്ടാവും. ഈ ഒരു ടീമിനെ മാത്രം ഇങ്ങനൊരു ഡിപ്പാർട്ട്മെന്റ് റെഡിയാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ പോലുള്ള പെൺകുട്ടികൾക്ക് ധൈര്യത്തോടെ പറയാം. ഇപ്പൊ എനിക്ക് പിന്നാലെ വന്ന് പറയുന്ന പിള്ളേർക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അനുഭവിച്ചിട്ട് കാണുക. സിനിമയിൽ നിന്ന് ഒഴിവാക്കണോ, എന്താ പറയാ, തുറന്നു പറയുന്ന ആളാണ്. എനിക്ക് നോ എന്ന് പറയേണ്ടത് ഞാൻ നോ പറഞ്ഞു. എനിക്ക് അവസരങ്ങളില്ല, വേണ്ട, കാലുപിടിക്കാൻ പോകില്ല, ഞാൻ തയ്യാറാണ്, എനിക്കിഷ്ടമുള്ളവരൂടെ തയ്യാറാണ്. സിനിമയ്ക്ക് ചാൻസിന് വേണ്ടി ചെയ്യാൻ തയ്യാറല്ല. എനിക്ക് ഹേമ കമ്മിറ്റി വേണ്ട, എനിക്ക് നീതി എനിക്ക് തന്നെ മതി, മറ്റൊരാൾ വഴി എനിക്ക് നീതി വേണ്ട, കിട്ടില്ല. കിട്ടോ? ഇല്ല. കുറച്ച് വിവാദം ഉണ്ടാക്കാൻ പറ്റി, അന്ന് തന്നെ നോ പറഞ്ഞാൽ പോലെ. എനിക്ക് നിങ്ങളോട് കിടക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരു കുറച്ച് ദൂരം നടന്ന് നിങ്ങളോട്ട് എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ റൊമാൻറ്റിക് ആവാം. ഇത് അവസരത്തിന് വേണ്ടി ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുമ്പില് കിടക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരിതില്ല. ഞാൻ പറയാറുണ്ട്, എനിക്കൊരാളോട് ഇഷ്ടം തോന്നുമെങ്കിൽ അയാൾക്ക് എന്നോട് റെസ്പെക്ട് വേണം. എൻ്റെ വേഷത്തിനോ മാറ്റാനോ അല്ലെങ്കിൽ എൻ്റെ രൂപം മാറ്റാനോ പറയരുത്. എൻ്റെ കുട്ടിക്കളിയും എൻ്റെ മണ്ടത്തരവും പബ്ലിക്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന വിധവും എൻ്റെ കൂടെ ചേർന്ന് ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കണം. അല്ലാത്ത ഒരാളോട് എനിക്ക് തോന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വാശി കാണിക്കും, എനിക്കിത് വേണം അത് വേണം, എല്ലാം എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കണം. അങ്ങനെ ഒരാളായിക്കോട്ടെ, കുഴപ്പമില്ല, പോയിക്കോ. പബ്ലിക് വരേണ്ട ഒന്നും വേണ്ട, റെസ്പെക്ട് വേണ്ട ഒന്നും വേണ്ട. ഇത് രണ്ടില്ലേ ഒന്നുമില്ല, ശരീരത്തിൽ കിടക്കണം, അവസരം തരാം, വേണ്ട. അതിന് നല്ലത് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഗ്ലാമർ വേഷം ചെയ്താൽ പോരെ, ഐറ്റം ചെയ്തൊക്കെ ചെയ്താൽ പോരെ, എനിക്ക് കുഴപ്പമൊന്നും, ഞാൻ ചെയ്യും. അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും. മുമ്പൊക്കെ ഇരിക്കേണ്ടത് അയ്യോ അത് കാണിക്കാൻ പാടില്ല ഇത് കാണിക്കാൻ പാടില്ല, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതൊക്കെ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും എന്ത് പേരാണെങ്കിലും കിട്ടണം. പിന്നെ എനിക്ക് ആരെ ബോധിപ്പിക്കാനാ? ഞാനിപ്പോൾ എൻജോയ് ചെയ്യണം, നല്ല മനസ്സറിഞ്ഞ് ആരെന്ത് പറഞ്ഞു വേണമെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട വേഷം ഇടും, എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്പ്പിച്ച് ഞാൻ ഇടും.
എനിക്കിപ്പോ കൊളാബ് കിട്ടുന്നുണ്ട്, ആ പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ വലിയ തുക ഒന്നും വാങ്ങല്ല, എനിക്ക് ചോക്ലേറ്റ് തന്നാൽ മതി. ഞാൻ ആ ചോക്ലേറ്റ് വാങ്ങിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്റെ കണ്ടന്റ് വാങ്ങി. കാരണം കൊളാബ് ഇടുന്നതിനൊക്കെ ഒരുപാട് പേയ്മെന്റ് വാങ്ങാനായിട്ട് ഞാൻ ആദ്യമൊക്കെ മറ്റവരോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ പറയും വേണ്ട, എൻ്റെ ഒരു പേജിൽ ഒരു സ്റ്റോറി നിങ്ങൾ എന്തിനും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും രൂപ അത് വേണ്ട, എനിക്ക് ചോക്ലേറ്റ് ഇത്ര രൂപക്ക് ചോക്ലേറ്റ് വേണം, ഇത്രയും പേർക്ക് കൊടുക്കാറുണ്ട്. ആ ചോക്ലേറ്റ് വെച്ചാൽ അത് കൊളാബ് ചെയ്തിടും, അത് വീഡിയോ എടുത്ത് മറ്റേ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് സ്ഥിരം കാണുന്ന കുറെ പേരുണ്ട്, അവർക്കൊക്കെ കൊടുത്തു കൊടുക്കും. അത് വീഡിയോ ഇട്ടിരുന്നാൽ എനിക്ക് കണ്ടന്റ് ആയില്ലേ. പിന്നെ അതിലെന്ത് പ്രശ്നമാണ്? അത് മോഷിക്കാതെ എനിക്കറിയാം. ഇപ്പൊ പിടിക്കാൻ പാടില്ലെന്നാ.